എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ ചെറിയ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ പ്രാർത്ഥനാപൂർവ്വം ഞാൻ ക്ഷമിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഈ ദിവസങ്ങളിലുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി നൽകട്ടെ. ദൈവം അപ്രകാരം ഒരു വലിയ സമാധാനത്തിനും സന്തോഷത്തിനുമായുള്ള കാര്യങ്ങളെ ദൈവസന്നിധിയിൽ നേരുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ചെറിയ സന്ദേശത്തിന്റെ തലക്കെട്ട് ബൈബിളിലുള്ള ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ള പെട്ടകങ്ങൾ എന്നുള്ള 4 പെട്ടകങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വിവിധമായ നിലകളിലുള്ള സംവിധാനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടതായ, അതുപോലെ തന്നെ ജലത്തിലും അപ്രകാരം സംവിധാനങ്ങളെ കാണാൻ കഴിയും. ആകാശ മണ്ഡലങ്ങളിലും നമുക്ക് ആ നിലയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെ ബഹിരാകാശ പേടകം എന്നൊക്കെ നമ്മൾ അതിനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതായ കാര്യങ്ങൾ ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ള പെട്ടകങ്ങൾ ബൈബിളിലുള്ളതായ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിൽ ഒന്നാമത്തെ പെട്ടകമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കുവാൻ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടതായ ഒരു പെട്ടകമാണ് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മമാരുടെ ഉദരം എന്ന് പറയും. അത് ഒരു പെട്ടകം കണക്കെ, ഒരു പേടകം കണക്കെ നമുക്കതിനെ മനസ്സിലാക്കുവാനും അങ്ങനെ ആ പെട്ടകത്തിലൂടെ കടന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുവാനൊക്കെ ഇടയായിത്തീരുന്നു. നമുക്കറിയാം, ആ പെട്ടകം എന്ന് പറയുന്നത് 9 മാസം 9 ദിവസം എന്നൊക്കെ നമുക്ക് ശാസ്ത്രീയമായ കണക്കുകളൊക്കെ നമുക്ക് നിരത്തുവാനായിട്ട് കഴിയും. ആ 9 മാസം ചുമന്ന ആ വേദനകള്, പ്രയാസങ്ങള്, കഷ്ടതകള് ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെ അതിന് അവസാനമായിട്ട് വലിയ രീതിയിൽ വേദന സഹിച്ച് പ്രസവിക്കുന്നു. പിന്നെ വീണ്ടും ആ അമ്മ വളരെ കഷ്ട സഹിച്ച് ഒരു ചില നാളുകൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അവിടെ നമുക്ക് കാണാൻ കഴിയും, ഈ ഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്ക് ജീവിക്കാൻ വേണ്ടതായ അമ്മയുടെ ഉദരവും അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്നേഹബന്ധം എന്ന് പറയുന്നത് അമ്മയോടുമായിട്ടുള്ള അമ്മയുടെ സ്നേഹമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ആ 9 മാസം തന്റെ ശരീരത്തിൽ, തന്റെ ഉദരത്തിൽ ചുമന്ന് ആ വേദനയും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു. പിന്നീട് വലിയ സന്തോഷത്തോടെ നമ്മളെ കൈക്കൊള്ളുവാനൊക്കെ ഇടയായി തീർന്നു. ആ ബന്ധം എന്ന് പറയുന്നത് അത്രയും വലിയ ആത്മീയ ഒരു നിലയിലുള്ള ഒരു ബന്ധമായിരുന്നു. ആ ബന്ധം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നതായ തരത്തിലേക്ക് വളരുവാനായിട്ട് കഴിയും. അമ്മയ്ക്ക് അങ്ങനെ ആഴമായി സ്നേഹിക്കുവാനായിട്ട് കഴിയും എന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ 2 ചിന്തയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഒന്ന്, ഈ ഭൂമിയിൽ അങ്ങനെ ഏറ്റവും അധികം സന്തോഷിച്ചതായ ഒരു ഉദരത്തിന്റെ ഉടമയാണ് മാതാവായിരിക്കുന്ന മറിയം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ സ്നേഹം, അമ്മയെക്കാളും അധികമായി സ്നേഹിക്കുന്ന സ്നേഹം നൽകിത്തരുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ദൈവപുത്രനായിരിക്കുന്ന മശിഹായായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ തന്റെ ഉദരത്തിൽ ചുമക്കുവാനായിട്ട്, ദൈവപുത്രനെ ചുമക്കുവാനായിട്ട്, രക്ഷാനായകനായിരിക്കുന്ന യേശുവിനെ ഈ ഉദരത്തിൽ ചുമക്കുവാനായിട്ട് ഈ അമ്മയ്ക്ക്, മാതാവിനെ, മറിയയ്ക്ക് കഴിയുവാനായിട്ട് ഇടയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, സന്തോഷിച്ച് സങ്കീർത്തനങ്ങൾ ചൊല്ലിയതായ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ തുള്ളിച്ചാടി സന്തോഷിക്കുന്ന ഒരു തലത്തിലേക്ക് മാതാവ് സന്തോഷിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ടാകും. കാരണം ദൈവപുത്രനെ തന്റെ ഉദരത്തിൽ ചുമക്കുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചു. അപ്പോ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം. കാരണം ജീവനുള്ള ദൈവം, സാക്ഷാൽ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ഉരുവായെങ്കിൽ വാസ്തവമായി അങ്ങനെ തന്നെ വലിയ സന്തോഷം, പറഞ്ഞു മതിയാകാത്ത ഒരു വലിയ സന്തോഷം ആ അമ്മയ്ക്ക്, മാതാവിന് ഉണ്ടാകുവാനായിട്ട് ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അമ്മയ്ക്ക് അതുപോലെ വലിയ സന്തോഷം ലഭിച്ചുവെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും, യേശു വിശ്വസിക്കുന്ന ഓരോരുത്തരും, യേശുവെ എന്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കണമേ, അവിടുന്ന് എന്റെ ഹൃദയത്തിൽ വരണമേ, അങ്ങന്റെ ദൈവമാണ്, എന്റെ രക്ഷകനാണ്, കർത്താവാണ്, എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിന്റെ ഉദരത്തിൽ ഒരു വന്നതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരിലും ആ ദൈവം തന്നെയാണ്, ആ ദൈവപുത്രൻ തന്നെയാണ്, ആ യേശു കർത്താവ് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ഇടയാകുന്നത്. മാതാവിനെ ഉദരത്തിൽ ചുമക്കുവാൻ ഭാഗ്യം ലഭിച്ചുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ ചുമക്കുവാനായിട്ട് ഭാഗ്യം ലഭിക്കാനായിട്ട് ഇടയായി. അങ്ങനെയെങ്കിൽ മാതാവിന് ഉണ്ടായതായ ആ സന്തോഷം നമുക്കുണ്ടാകുമോ? മാതാവിന് 9 മാസവും 9 ദിവസവും കഴിഞ്ഞപ്പോൾ ഉദരത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയായിത്തു. നമുക്ക് രാവിലും പകലും എന്നേക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമെന്നാണ്. അപ്പോ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ രാവും പകലും എന്നും എന്നേക്കും നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നു. അതുപോലെ തന്നെ ആ അനുഭവം ഉള്ളതുകൊണ്ട് നമുക്ക് തുള്ളിച്ചാടി സന്തോഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് സന്തോഷിക്കുന്നവരായി തീരുവാനായിട്ടിടയാം. ഇനി രണ്ടാമത്തേത്, അമ്മയെക്കാളും അധികമായി, മറ്റാരേക്കാളും അധികമായി അളവുകൂടാതെ വണ്ണം സ്നേഹിക്കുവാൻ ദൈവത്തിന് കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മെ ഓരോരുത്തരെയും ദൈവം കണ്ടിരിക്കുന്നത് ലോക സ്ഥാപനത്തിന് മുൻപെയാണ്. മാനവചരിത്രം ഉണ്ടായിട്ട് 6000 വർഷം എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലോകം, ഈ ഭൂമി, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപെയാണ്. അന്ന് ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ കണ്ട് നമ്മെ വിളിച്ച് വേർതിരിച്ച് കാലാകാലങ്ങളായി നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഇടയായെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മെ ഓരോരുത്തരെയും ചുമക്കുവാനായിട്ട് ഇടയായിത്തു.
അങ്ങനെ വലിയൊരു ആഴമേറിയ പറഞ്ഞു തീരാൻ പറ്റാത്ത നിലയിൽ നമ്മെ വ്യക്തിപരമായി സ്നേഹത്തോടെ എല്ലാവരെയും സ്നേഹിക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. പാപികളെയും നീതിമാന്മാരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ ആഴമായ ഒരു സ്നേഹബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ചുമന്നതായ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അത് ആഴമേറിയതാണ്, അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് അളവിടാതെ നമ്മെ സ്നേഹിക്കുന്നത്. അമ്മ മറക്കുകയില്ല, പെറ്റമ്മ മറക്കുകയില്ല, മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്നു. അമ്മയുടെ സ്നേഹത്തിനേക്കാളും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും ഉയർന്ന നിലയിലാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്. ഞാൻ ഒന്നാമത്തെ പെട്ടകത്തെ കുറിച്ചുള്ള കാര്യമാണ് അമ്മയുടെ ഉദരമാകുന്ന പെട്ടകവും മാതാവിനെ ഈ യേശുവിനെ ദൈവത്തിനെ സ്വീകരിക്കാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷവും. അമ്മേ, നമ്മുടെ ജീവിതത്തിൽ ഈ യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ച് അമ്മേ, ദൈവം നമ്മുടെ ഉള്ളത്തിൽ രാവും പകലും വസിക്കുന്നു, എന്നും എന്നേക്കും വസിക്കുന്നു. അതുകൊണ്ട് അമ്മയുടെ പോലെ തന്നെ ഒരു ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കുവാൻ ഇടയായിട്ട് ഉണ്ട് എന്നുള്ളതും അതിൽ നമുക്ക് വളരെ സന്തോഷിക്കുവാനായിട്ട് ഇടയായി തീരണം എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അങ്ങനെ ആത്മാർത്ഥമായി വളരെ സന്തോഷത്തോടെ യേശു എന്റെ ഉള്ളിലുണ്ട്, ദൈവം എന്റെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യത്തോടെ നന്ദി പറഞ്ഞ് സന്തോഷിക്കുവാനായിട്ട് ഇടയാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദൈവം നമ്മെ ഓരോരുത്തരെയും താൻ ഹൃദയത്തിൽ ചുമക്കുവാനായിട്ടിടയായി. അത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ എന്നുള്ള ആ കാര്യം കൂടെയാണ് നമ്മൾ ഒന്നാമത്തെ പെട്ടകമായിട്ടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്, നാം അങ്ങനെ ആള് അത്ര ബലഹീനരല്ല. അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യന്റെ സ്നേഹമൊക്കെ അതിരുകളും പരിമിതികളും ചിലപ്പോൾ ചില കാലങ്ങളിൽ താൽക്കാലികമായി ആയിരിക്കാം, എന്നാൽ നിലനിൽക്കുന്ന എപ്പോഴും സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ ഉള്ളിൽ ദൈവമാണ് വസിക്കുന്നത്. അതുകൊണ്ട് വലിയ ധൈര്യവും ഉറപ്പും വിശ്വാസമുള്ളവരായി മുന്നോട്ട് പോകുവാനായിട്ട് കഴിയട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ പെട്ടകം എന്ന് പറയുന്നത് നോഹയുടെ കാലത്ത് നോഹയെ ഭൂമിയെ നശിപ്പിക്കുവാൻ പോകുമ്പോൾ അതിൽ നിന്നും ഭൂമിയിലുള്ളതിനെയും മുഴുവൻ നശിപ്പിക്കുവാനായി ദൈവം ഒരുങ്ങിയപ്പോൾ അതിൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ച് അവനോട് ഒരു പെട്ടകം പണിയുവാനായിട്ട് പറയുവാനിടയായി. ഭൂമിയിൽ വഷളത്വം പെരുകുവാനിടയായി, അകൃത്യം നിറഞ്ഞു വരുവാനിടയായി തോന്നും. അതുകൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതിൽ ദുഃഖിച്ചു. ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം വിചാരിച്ചതിനേക്കാൾ അപ്പുറമായി പാപങ്ങളെ ചെയ്തതുകൊണ്ട് ഈ ഭൂമിയെയും അതിലുള്ളതിനെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം തീരുമാനിച്ചപ്പോൾ അതിൽ നിന്നും നോഹയെയും കുടുംബത്തെയും രക്ഷിപ്പാനായി ദൈവം ഒരു പെട്ടകം പണിവാനായിട്ടിടയായി. ആ പെട്ടകത്തിന്റെ നീളം 300 മുഴം നീളവും 100 മുഴം വീതിയും 30 മുഴം ഉയരവുമുള്ള 3 നിലയുള്ള 3 തട്ടുള്ള ഒരു പെട്ടകമാണ്, കപ്പലാണ് താൻ ഉണ്ടാക്കുവാനായിട്ട് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പെട്ടകത്തിന്റെ മരം എന്ന് പറയുന്നത് ഗോഫറാണ്. വായുവും വെളിച്ചവും ലഭിക്കേണ്ടതിന് കിളിവാതിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ആ പെട്ടകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആകെ ഒരു വാതിലെ അതിലുണ്ടാകുവാനായിട്ടിടയായി. ഇതിലെ നോഹയും കുടുംബവും അതുപോലെ ഒത്തിരി മൃഗജാതികളും പക്ഷിജാതികളും ഒക്കെ കയറിയപ്പോൾ പിന്നീട് ഈ പെട്ടകത്തിന്റെ വാതിലടച്ചത് നോഹയല്ല, ദൈവമാണ് പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുവാനിടയായത്. പാപമൂലം ദൈവം ഈ ഭൂമിയെ ശിക്ഷിക്കുമ്പോൾ അത് രക്ഷിക്കുവാനായി ഒരുക്കിയ പെട്ടകമാണ് നോഹ. നോഹയും അവരുടെ 3 മക്കളും അവരുടെ കുടുംബവും ആണ് അതിലൂടെ രക്ഷപ്രാപിക്കുവാനിടയായിത്തീർന്നത്. അത് ഈ പെട്ടകം നമ്മെ കാണിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിലൂടെ മാനവജാതിയെ തന്നിൽ വിശ്വസിക്കുന്നവരെ ഈ പാപത്തിന് ശിക്ഷ നടത്തുവാനായിട്ട് ഇടയാകും. ഈ ഭൂമി കത്തി അഴിയുവാനായിട്ട് ഇടയാകും. അതിനുശേഷം പാപത്തെ ശിക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. അന്ന് ആ ശിക്ഷയായിരിക്കുന്ന നിത്യമായ നരകത്തിലേക്ക് പോകാതിരിക്കേണ്ടതിനു വേണ്ടി ദൈവം ഒരു രക്ഷയുടെ പെട്ടകമായി യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി. പെട്ടകമായിരിക്കുന്ന യേശുക്രിസ്തു മാനവജാതിയുടെ മുഴുവൻ പാപങ്ങളെയും ഏറ്റെടുത്ത പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ച് പരിഹാരവും പ്രായശ്ചിത്തം വരുത്തി അത് വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപികളെ രക്ഷിക്കുവാനായിട്ടുള്ള സൗജന്യമായ പാപക്ഷമ അപ്രകാരം ദൈവം ഒരുക്കുവാനായിട്ടിടയായി. കർമ്മങ്ങളും പരിഹാരങ്ങൾ കൊണ്ടല്ല, യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള യാഗത്തിൽ വിശ്വസിച്ച് എന്റെയും ഈ പാപങ്ങളെ ഏറ്റെടുത്തതിന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് ആ പാപത്തിന് പരിഹാരമെത്തി യേശുവിനോട് പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും യേശുവിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമെന്ന് പറയുമ്പോൾ ദൈവം ആത്മാവായി നമ്മുടെ ഉള്ളത്തിൽ വസിച്ച് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുവാനിടയായി തീരും. അങ്ങനെ ജീവിച്ച ആ അകത്തെ ആത്മാവ് വീണ്ടും ജനിപ്പാൻ ഇടയായി തീർന്നവരാണ് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനിടയാകുന്നത്. നമ്മുടെ പാപത്തിന് വേണ്ടിയുള്ള പരിഹാരങ്ങളും പ്രായശ്ചിത്തങ്ങളല്ല പാപമോചനത്തിന് ദൈവം ഒരുക്കിയിരിക്കുന്നത്. തകർന്നു നുറുകിയുമുള്ള ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകാൻ ഇടയാകത്തില്ല. പാപമോചനത്തിന് വേണ്ടി കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് തകർന്നു നുറുകിയുള്ള അനുതാപത്തോടെയുള്ള നമ്മുടെ പാപങ്ങളുടെ ഏറ്റുപറച്ചിലാണ് പാപക്ഷമയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ വീണ്ടും ജനിപ്പിച്ച് അങ്ങനെയാണ് ആ സ്വർഗരാജ്യത്തിലേക്ക് വീണ്ടും ജനിച്ചവരാണ് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനിടയാകുന്നത്. ഈ കൃപ ദൈവം നമുക്കറിയാം 116 വർഷമാണ് പെട്ടകം പണിയുവാനായിട്ട് ഏകദേശം സമയമെടുത്തത്. അത്രയും കാലം തന്റെ ചുറ്റിലുമുള്ള നാട്ടുകാര്, സ്നേഹിതര്, അയൽവാസികളൊക്കെ പറഞ്ഞു എന്താണ് ഇത് പറയും. ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, മഴ പെയ്യും, വെള്ളത്താൽ ഈ ഭൂമിയെ നശിപ്പിക്കും, ഈ പെട്ടകത്തിൽ കയറിയവരെല്ലാം രക്ഷയിലേക്ക് രക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ കളിയാക്കുവാനായിട്ട് ഇടയായി. അതിലെ ഏതൊരുവനും, കൊള്ളക്കാരനായാലും ശരി, കള്ളനായാലും ശരി, ഏത് സ്വഭാവം പാപത്തിൽ ജീവിച്ചവനായാലും ശരി, ആ ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിച്ച് ആ പെട്ടകത്തിൽ കയറിയാൽ അവന്റെ ജീവൻ രക്ഷപ്രാപിക്കുവാനിടയായി. അതുവരെയും മഴ ഈ ഭൂമിയിൽ പെയ്തിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞുകൊണ്ടാണ് വെള്ളം ലഭിച്ചിരുന്നത്.
അപ്പോൾ ഇതുവരെയും കാണാത്തതായ ഒരു കാര്യമാണ് മഴ. അപ്പൊ മഴ പെയ്ത് വെള്ളത്താലാണ് ഈ ഭൂമിയെ നശിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരാരും വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവർക്ക് അതിലേത് പാപസ്വഭാവത്തിലുള്ളവനായാലും ആ പെട്ടകത്തിൽ കയറിയാൽ അവൻ രക്ഷ പ്രാപിച്ചാണ്. പക്ഷെ ആരും അത് ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കുവാനായിട്ട് ഇടയായില്ല. ഇത്രയും വളരെ ലളിതമായ വളരെ സൗജന്യമായിരിക്കുന്ന നിലകളിൽ നമുക്ക് പ്രാപിക്കേണ്ട ആ അനുഭവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇന്നും ഈ സുവിശേഷം എന്ന് പറയുന്നത് ഈ വാക്കുകൾ വിശ്വസിച്ച് അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ മരണത്തിന്റെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന നിത്യമായ നരകം നമ്മിൽ നിന്ന് മാറി സ്വർഗരാജ്യത്തിലേക്ക് ദൈവത്തോട് കൂടെ വാഴുവാനായിട്ട് നമുക്ക് സാധ്യമാക്കി തീർക്കും. അവരൊക്കെ 116 വർഷം ഉണ്ടാക്കിയപ്പോൾ അവർ കളിയാക്കുകയായിരുന്നു. അവരാരും കയറുവാൻ ഇടയായിട്ടില്ല. ഈ സംഭവം നമുക്ക് അവസാനം നമ്മൾ കഴിഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞുവല്ലോ, യഹോവയാണ് ദൈവമാണ് ആ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുവാനായിട്ട് ഇടയായി. ഇതുപോലെ ഈ കൃപായുഗം, ഈ സൗജന്യമായ പാപക്ഷമ ഒരു സമയം ഇത് ദൈവം അവസാനിപ്പിക്കുവാനിടയായിത്തീരും. ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ ഭൂമി പ്രേതന്മാരെ പ്രസവിക്കും എന്നുള്ള തിരുവെഴുത്ത് നമുക്കുണ്ട്. കാഹളനാദം കേൾക്കുമ്പോൾ മരിച്ചവരും മൃതരിലും ജീവനോടിരിക്കുന്നവരും കർത്താവിനെതിരേൽക്കുവാൻ മേഘങ്ങളിലേക്ക് പോകുന്ന ഒരു സമയമുണ്ട്. അതിനുശേഷം അതിനു മുൻപായി ഈ കൃപായുഗം സൗജന്യമായ പാപക്ഷമ ഒരുക്കുന്ന യേശു ക്രിസ്തുവിലൂടെയുള്ള പാപക്ഷമ ആമേ ദൈവം അവസാനിപ്പിക്കുവാനായിട്ട് ഇടയായി. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് വിളിക്കുക, കൂടുതൽ അതിനെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയായി. അപ്പൊ പെട്ടകത്തിന് ഒറ്റ വാതിലേ ഉള്ളൂ. കാരണം രക്ഷയ്ക്ക് വേണ്ടി ആമേ ദൈവം ഒരുക്കിയ പെട്ടകത്തിൽ കയറുവാൻ ഇറങ്ങുവാൻ ഒറ്റ വാതിലേ ഉള്ളൂ. അത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആമേ സ്വർഗരാജ്യം ലഭിക്കുവാൻ, ദൈവത്തോടു കൂടെ എന്നും വാഴേണ്ടതിന്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന്, സ്വർഗീയ പ്രവേശനം സാധ്യമാക്കേണ്ടതിന് ദൈവം ഒറ്റ മാർഗമേ ദൈവം വെച്ചിട്ടുള്ളൂ. പാപമോചനത്തിന് ഒറ്റ മാർഗമേ വെച്ചിരിക്കുന്നുള്ളൂ. അത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകേണ്ടത്. വേറൊരു വഴി പാപമോചനത്തിനും സ്വർഗീയ പ്രവേശനത്തിനും ഇല്ല എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേ നമ്മൾ ഇന്ന് ഈ സമയം നമ്മൾ ചിന്തിച്ചത് രണ്ടാമത്തെ പെട്ടകം, നോഹയുടെ പെട്ടകം. അതിൽ കടന്ന് അവർ രക്ഷപ്രാപിക്കാനിടയായി തീർന്നു. ഇന്ന് പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന നരകത്തിൽ പോകാതിരിക്കാൻ നാം രക്ഷപ്രാപിക്കുവാനായിട്ട് യേശുക്രിസ്തുവാകുന്ന പെട്ടകത്തിലേക്ക് ആമേ നാം കയറുവാനായിട്ട് ഇടയാകണം. യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനവും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ വീണ്ടും ജനിച്ച് നിത്യജീവനെ പ്രാപിച്ച് ദൈവത്തോട് കൂടെ എന്നും വാഴുവാനായിരിക്കുന്ന മാർഗം ഒരു മാർഗമേ ഉള്ളൂ. വേറെ ഒരു മാർഗവും വഴിയും ഇല്ല എന്ന് മനസ്സിലാക്കി ആമേ നമുക്ക് ആ പെട്ടകത്തിൽ യേശുക്രിസ്തുവിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും. അപ്പൊ രണ്ടാമത്തെ പെട്ടകം അതായിരുന്നു. മൂന്നാമത്തെ പെട്ടകം എന്ന് പറയുന്നത് മോശക്കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ ഉണ്ടാക്കിയിരിക്കുന്നതായ പെട്ടകമാണ്. നമുക്കറിയാം, ഈജിപ്തിൽ ഇസ്രായേൽ ജന അടിമകളായിരുന്നു. വളരെ പ്രയാസത്തോടെയാണ് ആ അടിമ ജീവിതം നയിക്കാനിടയായി തീർന്നത്. അവർ വളരെയധികം നിലവിളിക്കുവാനിടയായി തീർന്നു. അവരുടെ ജീവിതം വളരെ കൈക്കുള്ളതായി തീർന്നു. അവർ വലിയ സംഭാരശാലകൾ പണിയേണ്ടതിനു വേണ്ടി, നഗരങ്ങൾ പണിയേണ്ടതിനു വേണ്ടി ആ ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി മുന്നോട്ട് കൊണ്ടുപോകാനിടയായി. അവരെ വിവിധമായിരിക്കുന്ന നിലകളിൽ അവരെ കഠിനമായി അവർ ഉപദ്രവിച്ചു. കളിമണ്ണ് കൊണ്ടും ഇഷ്ടിക കൊണ്ടും അതുപോലെ വയലുകളിലുള്ള സകലവിധ പണികളെ കൊണ്ടും അവരെ കൊണ്ട് ചെയ്യിച്ചു. അങ്ങനെ വളരെ അടിമത്തത്തിന്റെ വലിയ ഭീകരതയിൽ ആണ്ടുപോയപ്പോൾ അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിപ്പാനായി ദൈവം ഒരു പദ്ധതികളൊക്കെ ഒരുക്കി. അത് തന്റെ മോശയിലൂടെ അങ്ങനെ ദൈവം ഒരുക്കി. എന്നാൽ ആ സമയത്ത് ഫറവോൻ, ഈജിപ്തിന്റെ രാജാവ്, വളരെ ശക്തമായ രീതിയിൽ ഈ ഇസ്രായേൽ ജനം ഇങ്ങനെ പെരുകുവാനൊക്കെ ഇടയായി തീർന്നു. അവർ ഈ രാജ്യം വിട്ടു പോകാതിരിക്കേണ്ടതിന് വേണ്ടി കഠിനമായ വേലകൾ അവരെ കൊണ്ട് ചെയ്യിക്കുവാനിടയായി. ഇവരുടെ വംശവർദ്ധനവ് ഇല്ലാതാക്കേണ്ടതിന് വേണ്ടി ഈജിപ്തിലെ ഫറവോൻ ഒരു 2 കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. ഇസ്രായേൽ ജനത്തിന്റെ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ സൂതികർമ്മിണികൾ, അതായത് പ്രസവമെടുക്കുന്ന സഹോദരിമാർ ആൺകുട്ടികളാണെങ്കിൽ അവരെ കൊന്നുകളയണമെന്ന് പറഞ്ഞു. എന്നാൽ പ്രസവമെടുക്കുന്ന ആ സ്ത്രീകൾ ദൈവത്തെ ഭയപ്പെട്ട് അപ്രകാരം അവർ ചെയ്യുവാനിടയായില്ല. ഫറവോൻ അവരോട് വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത്? അപ്പോ ആ സൂതികർമ്മിണികൾ അവർ പറയാനിടയായി തീർന്നു, ഇസ്രായേൽ ജനത്തിലെ സ്ത്രീകൾ വളരെ തിറവുള്ളവരാണ്, ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അവർ പ്രസവിച്ചു കഴിയും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു നിലയിൽ അനേക കുഞ്ഞുങ്ങളെ കൊല്ലുവാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പദ്ധതിയിട്ടു. അത് വിജയിക്കാതെ വന്നപ്പോൾ പിന്നീട് കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു, ആൺകുട്ടികളാണെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ അവരെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലുവാനായിട്ട് ഇടയാകും. നൈൽ നദിയിൽ എറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒഴുക്ക്, ആ വെള്ളത്തിൽ അവർ എന്ത് ചെയ്യും? മരിച്ചു പോകുവാനിടയായി. അതല്ല എങ്കിൽ ആ നൈൽ നദിയിൽ പല ഭാഗത്തും മുതലകളും അതുപോലെ തന്നെ വളരെ ഇങ്ങനെയുള്ള പിഞ്ചു ശരീരങ്ങളെ തിന്നുവാനായിട്ട് ഒത്തിരി ദുഷ്ട മൃഗങ്ങളും ആ നൈൽ നദിയുടെ പല ഭാഗത്തുമുണ്ട്. അങ്ങനെ ആൺകുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന ഒരു കാലത്താണ് മോശ ജനിക്കുവാനിടയായി തീർന്നത്. മാതാപിതാക്കൾ ഈ മോശ ജനിച്ചപ്പോൾ അവർക്ക് ഈ മോശയെ കണ്ടപ്പോൾ പ്രത്യേകത തോന്നുവാനിടയായി തോന്നും. ദിവ്യ സുന്ദരൻ എന്ന് കാണുവാനായിട്ടിടയായി. അവിടെ നമുക്ക് ആത്മീക തലത്തിലൊക്കെ നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയാകണം. എന്താണ് അവനെ സുന്ദരനായിട്ട് കാണുവാനായിട്ടിടയായി തീർന്നത്? ഇസ്രായേൽ ജനത്തെ രക്ഷിപ്പാനായി ദൈവം ഇവനെ ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് അവർ അങ്ങനെ കണ്ട് മോശയെ കാണുവാനായിട്ടിടയായി. അങ്ങനെ അവർ അവനെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി അവർ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. 3 മാസം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം ഇവനിനി ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി
അതിൽ പശയും കീലും തേച്ച് വെള്ളം കയറാതെ വണ്ണം അവർ ആ പെട്ടകത്തെ ഒരുക്കുവാനിടയായി. അതിനകത്ത് മോശക്കുഞ്ഞിനെ വെച്ച് നൈൽ നദിയിൽ ഒഴുക്കി കളയുവാനിടയായി. ഈ പെട്ടകത്തിനോട് ചേർന്ന് തന്നെ തന്റെ പെങ്ങൾ മിരിയാം ആമേ നദിക്കരികിലൂടെ നടക്കുവാനിടയായി. എന്ത് സംഭവിക്കുമെന്ന് കാണേണ്ടതിന് വേണ്ടി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഫറവോന്റെ പുത്രിയായി അവരുടെ ദാസിമാരും കൂടെ ആ നദിയിൽ കുളിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ഒരു പെട്ടകവും അവിടെ നിന്ന് ഒരു കുഞ്ഞിന്റെ നിലവിളിയുടെ ശബ്ദവും ഒക്കെ കേട്ടപ്പോൾ ദാസിമാരോട് പറയുകയും ആ കുഞ്ഞിനെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്തു. ഈ സമയം അവൻ തന്റെ മോശയുടെ പെങ്ങൾ മിരിയാം ആ പെൺകുഞ്ഞെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ കുഞ്ഞിനെ പാല് കൊടുക്കുവാൻ ഒരു എബ്രായ സ്ത്രീയെ ഞാൻ കൊണ്ടുവരണമോ എന്ന് ചോദിച്ചു. അങ്ങനെ തന്റെ സ്വന്തം അമ്മയായിരിക്കുന്ന മോശയുടെ അമ്മയെ ആ മകള് കൊണ്ടുവരികയും അങ്ങനെ പാല് കൊടുക്കുകയും ആ കുഞ്ഞിനെ വളർത്തി വലുതായപ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് വളർന്നു വരുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ കുറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുവാനായിട്ട് ഇടയായിത്തീരാം. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും എത്തിച്ചിരിക്കുന്നത്. അത് നിറപടിയായി ചെയ്തെടുക്കുവാൻ നമ്മെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുകയും അതിലേക്ക് വേണ്ടതായ കൃപകളൊക്കെ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അതിനെതിരെ ഒരു ശത്രുവിന്റെ ഒരു പദ്ധതിക്കും നമ്മെ തോൽപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരു മനുഷ്യനും തോൽപ്പിക്കാൻ കഴിയുകയില്ല. നമ്മെ ദൈവം തോൽപ്പിച്ചെങ്കിൽ മാത്രമേ നാം തോൽക്കുവാനായിട്ട് ഇടയാകുകയുള്ളൂ. ഈ ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകും. ദൈവം തോൽപ്പിച്ചാൽ മാത്രമേ നാം തോൽക്കുകയുള്ളൂ. അവയെ തോൽപ്പിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളൊക്കെ ആ ഒരു നിലയിലൊക്കെ തകർച്ചകളും വെല്ലുവിളികളും ആക്രമണങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ സംഭവിച്ചാലും നാം ഭാരപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. അമേ ദൈവം നമ്മോട് കൂടെയുണ്ട്. അമേ ദൈവം നമ്മെ ആ കഷ്ടത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവിക പദ്ധതികൾ നമ്മിലൂടെ നടപ്പുവരിലാക്കുവാൻ ഇടയായിത്തീരും. രണ്ടാമത്തേത്, നമ്മുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ നമ്മുടെ തലമുറകളെ വളരെ ഉന്നതമായ നിലകളിൽ നമുക്ക് അവരെ കാണുവാനായിട്ട് കഴിയേണ്ടതുണ്ട്. മോശയുടെ മാതാപിതാക്കൾ അവനെ കണ്ടത് അതുപോലെ ഉയർന്ന നിലയിൽ നമ്മുടെ തലമുറകളെ കാണുവാനായിട്ട് ഇടയായിത്തീരണം. അവർ വിശ്വാസത്തിന്റേതായ പ്രവൃത്തികൾ ചെയ്തു. ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി ചിലതൊക്കെ വില കൊടുക്കുവാനായിട്ട് ഇടയാകും. തലമുറകൾക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി, ആത്മീയ ജീവിതത്തിന് വേണ്ടി, ദൈവിക കൃപ അവരെ നിലനിൽക്കേണ്ടതിന് വേണ്ടി അമ്മ ചില വില കൊടുക്കുന്ന അനുഭവങ്ങൾ, ഒരു ഞാങ്ങണ പെട്ടകം അവർ വിലയ്ക്ക് വാങ്ങുവാനിടയായി. അതിനുശേഷം പശയും കീലും അതിൽ തേക്കുവാനായിട്ട് ഇടയായിത്തു. പശയും കീലും എന്നൊക്കെ പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും, വചനവും ഉപദേശങ്ങളും അനുസരിക്കുവാനായിട്ട് ഇടയാണ്. നമ്മുടെ ഉപദേശങ്ങളും കൽപ്പനകളല്ല, നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുന്നതല്ല. ദൈവവചനത്തിൽ യേശു വിശ്വസിച്ചവർ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞതിൽ പ്രകാരം ജീവിക്കുവാനായിട്ട് ഇടയാകണം. നാം ചെയ്തു വന്നിരുന്നത് പോലെ ചെയ്യുന്ന അവസ്ഥയല്ല പറയേണ്ടത്, ചിന്തിക്കേണ്ടത്. ദൈവവചനത്തിൽ യേശു വിശ്വസിച്ചവർ എന്തൊക്കെയാണ് ആദ്യം മുതൽ ചെയ്യേണ്ടത്, അതുപോലെ ക്രമമായി ചെയ്യുവാനായിട്ട് ഇടയാകണം. തലമുറയെക്കുറിച്ചും ആ നല്ല ഉയർന്ന നിലയിൽ ചിന്തിക്കുവാനും അതിനുവേണ്ടി വില കൊടുക്കുകയും പശയും കീലും അവർക്ക് അതിൽ വെള്ളം കയറി ആ കുഞ്ഞ് മരിച്ചു പോകുവാനിടയാകരുത്. അതിനുവേണ്ടി അവർ വിശ്വാസത്തോടെ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടിടയായിരുന്നു. മൂന്നാമത്തെ കാര്യമാണ് മോശക്കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ പെട്ടകം. നാലാമത്തെ പെട്ടകം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ഒക്കെ നടക്കുവാനിടയായി. മോശയിലൂടെ ഇസ്രായേൽ ജനം വിടുവിക്കപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. അതിനുശേഷം ദൈവം അവരോട് പറഞ്ഞതായ ഒരു കാര്യമാണ്, മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം സ്വർഗത്തിൽ ഉള്ളതിന്റെ ഒരു മാതൃക ഈ ഭൂമിയിൽ പണിയുവാനായിട്ട് ഇടയാകണം. അതിനെയാണ് നിയമപ്പെട്ടകം എന്ന് പറയും, അതല്ലെങ്കിൽ സമാഗമന കൂടാരം എന്ന് പറയും, അല്ലെങ്കിൽ സാക്ഷ്യപ്പെട്ടകം എന്ന് പറയും, അല്ലെങ്കിൽ സക്രാരി എന്നൊക്കെ നമ്മൾ മറ്റൊരു നിലയിലൊക്കെ പറയും. അതെന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ, അതിന്റെ അകത്ത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ, അവിടെ മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകൾ അതിനകത്ത് വെക്കണം. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് ഭക്ഷണം കൊടുത്ത മന്ന ഒരു സ്വർണ്ണപാത്രത്തിൽ വയ്ക്കുവാനായിട്ട് ഇടയാകണം. അഹരോനെ ഒരു രാത്രിയിൽ ഉണക്ക കമ്പ് തളിർത്തതായ, പൂവിട്ട് ഫലം കാച്ചതായ ആ കമ്പ്, ആ വടി അതിനകത്ത് വെക്കുവാനിടയാകണം. 3 കാര്യങ്ങളാണ് അതിന്റെ അകത്ത് വെക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതിനെ, ആ നിയമപ്പെട്ടകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കൂടാരം, ഒന്നാമത്തേത് അവർ കൂടാരമടിച്ച് ആ സമാഗമന കൂടാരം തണ്ടിമേൽ ചുമന്ന പുരോഹിതന്മാർ അവർ പോകുന്നതിന് മുൻപായിട്ട് പോകുവാനൊക്കെ ഇടയായിത്തുള്ളൂ. പിന്നീട് ഇസ്രായേൽ ജനം തങ്ങളുടെ വാഗ്ദത്ത ദേശമായ കനാനിലെത്തിയപ്പോൾ ദൈവം അവരോട് കൂടെ വസിക്കേണ്ടതിന് അവരോട് പറയുവാനിടയായി തീർന്നു. അല്ലെ, ദേവാലയം പണിയുന്നതായ കാര്യം നമുക്ക് ശലോമോനിലൂടെ കാണുവാനായിട്ട് കഴിയും. അപ്പൊ അവിടേക്ക് ഈ കൂടാരത്തിന് അല്ലെങ്കിൽ ഈ ദേവാലയത്തിന് 3 നിലയിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഒന്ന് പ്രാകാരമാണ്. അതിലെ ജനത്തിനൊക്കെ കടന്നു വന്ന് യാഗങ്ങളും നേർച്ചകളും വഴിപാടുകളൊക്കെ അർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ രണ്ടാമത്തേത് വിശുദ്ധ സ്ഥലമാണ്. അതിന്റെ വാതിൽക്കൽ പുരോഹിതന്മാർ നിൽക്കും. അതിലെ എല്ലാവർക്കും അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. അവിടെ ഒരു യാഗപീഠം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ യാഗങ്ങൾ അർപ്പിക്കുവാൻ വേണ്ട യാഗപീഠവുമുണ്ട്, താമര തൊട്ടിയുണ്ട്. അപ്പോ അവിടെ ആ പുരോഹിതന്മാരായിട്ട് ലേവി ഗോത്രത്തിലുള്ളവർ മാത്രമേ അവിടെ പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. യാഗങ്ങൾക്കും വഴിപാടുകൾക്കൊക്കെ വേണ്ടതായ ഉപകരണങ്ങളും വസ്തുക്കളും ഒക്കെ അവിടെ ആ സ്ഥലത്ത് സൂക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ നിരന്തരം യാഗങ്ങൾ അർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. നിരന്തരം യാഗങ്ങൾ അർപ്പിക്കുന്നതായ കാര്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പോലെ മൂന്നാമത്തെ അതിവിശദമായ സ്ഥലത്തെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
അതാണ് നമ്മൾ ആദ്യം പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്തായിരുന്നു മൂന്നാമത്തെ ആ സ്ഥലത്തിന്റെ പ്രത്യേകത? ആണ്ടിലൊരിക്കൽ പുരോഹിതന്മാരിലുള്ള മഹാപുരോഹിതനെ കയ്യിൽ കുഞ്ഞാടിന്റെ രക്തവും കയ്യിലേന്തി ആണ്ടിലൊരിക്കൽ മാത്രമേ അതിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുള്ളൂ. ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. മഹാപുരോഹിതനെ ആണ്ടിലൊരിക്കൽ മാത്രമേ പ്രവേശനമുള്ളൂ. അത് കാണിക്കുന്നത് ദൈവം വസിക്കുന്ന അതിവിശുദ്ധമായ സ്ഥലം, സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് അതിനെ ചിന്തിക്കുവാൻ, അതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ കുഞ്ഞാടിന്റെ രക്തം കയ്യിലുണ്ടാകുവാനായിട്ട് ഇടയാകണം. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ മഹാപുരോഹിതനെ ആണ്ടിലൊരിക്കൽ മാത്രം പ്രവേശിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട്. എപ്പോഴാണ് യേശുവിന്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെടുന്നത്? പാപമോചനത്തിന് വേണ്ടി കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും യേശുവിന്റെ രക്തം കൊണ്ട് നമ്മളെ ഹൃദയങ്ങളെ തളിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ വിശുദ്ധരായി തീർന്നവർ അതിവിശുദ്ധമായ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ പ്രവേശിച്ചതുപോലെ നമുക്ക് അന്ന് ആണ്ടിലൊരിക്കൽ മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് രാവും പകലും എന്നില്ല, സമയഭേദമെന്നുമില്ല. ഏത് സമയത്തും അതിവിശുദ്ധമായ സ്ഥലത്തേക്ക് പ്രവേശനം സാധ്യമാക്കി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ അതിവിശുദ്ധ സ്ഥലത്തേക്കാണ് നമുക്ക് പ്രവേശനം സാധ്യമാക്കി തീർത്തത്. ഈ സാക്ഷ്യപ്പെട്ടകത്തിന്റെയും നിയമപ്പെട്ടകം അല്ലെങ്കിൽ സമാഗമന കൂടാരം, ഇതിനകത്തുള്ള 3 വസ്തുക്കളെ കുറിച്ച് നമ്മൾ പറയുവാനിടയായിത്തു. എന്താണ് അതിലെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം? അതിൽ മണ്ണയിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്വർണ്ണപാത്രമുണ്ട്. ഇന്ന് അത് യഹൂദന്മാർക്ക് ദൈവം മരുഭൂമിയിൽ നടത്തിയ ആ കാര്യം മറന്നുപോകാതിരിക്കുവാൻ സാക്ഷ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇന്ന് പലപ്പോഴും അതിനെ ആ മണ്ണയിട്ട പാത്രം ഇന്ന് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ ഒരു പ്രാധാന്യവുമില്ല. അത് യഹൂദന്മാർക്ക് നൽകിയിരിക്കുന്ന കൽപ്പനയാണ്. ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകമായ അബ്രാമിന്റെ തളിർത്ത വടിയോ മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളോ മരുഭൂമിയിൽ പെയ്ത മന്നയുടെ പാത്രമോ ഒന്നും ക്രിസ്തീയ ഉപദേശത്തിൽപ്പെട്ടതല്ല. അത് നമുക്ക് വച്ചിരിക്കുന്ന ഒരു മാർഗവുമല്ല. അപ്പസ്തോലന്മാരെ, ശിഷ്യന്മാരെ, ആദിമസഭ അതൊന്നും അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുണ്ടായിരുന്നുവെങ്കിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതനെ മാത്രം കയ്യിൽ കുഞ്ഞാടിന്റെ രക്തമൊന്നും ഇന്ന് നമുക്ക് ആവശ്യമില്ല. യാഗങ്ങൾ ചെയ്യേണ്ടതില്ല. കർമ്മങ്ങളാലല്ല, വിശ്വാസത്താലാണ് ഇന്ന് നമുക്ക് ചെയ്യുവാനായിട്ട് പാപത്തിന് പരിഹാരം വരുത്തുന്നത്. അപ്പോൾ അത് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, ഈ മണ്ണയിട്ട സ്വർണ്ണപാത്രം ഇന്ന് നമ്മൾ അനുകരിക്കേണ്ടതല്ല. അത് ഒരു ആത്മീയ വസ്തുവല്ല നമ്മെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്. അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലത്തുള്ള യാഗപീഠം, ആ യാഗപീഠത്തിൽ നിരന്തരം യാഗങ്ങൾ അർപ്പിച്ചിരുന്നു. പുരോഹിതർ യാഗങ്ങൾ അർപ്പിച്ചിരുന്നു, ബലികൾ അർപ്പിച്ചിരുന്നു. അത് നമ്മുടെ പാപങ്ങളെ മോചനത്തിന് വേണ്ടി പരിഹാരം വരുത്തുന്ന യാഗങ്ങളായിരുന്നു. ഇന്ന് യേശുക്രിസ്തുവിന്റെ യാഗത്തിലൂടെ, ആ ബലിമരണത്തിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ചു വരുന്നുവെങ്കിൽ ഈ നിരന്തരമായി അർപ്പിക്കുന്ന ബലികൾ ആവശ്യമില്ല, യാഗപീഠങ്ങൾ ആവശ്യമില്ല. ഇപ്പൊ സക്രാരിയും യാഗപീഠവും ഒന്നും ഇന്ന് വേണ്ട. ഇന്ന് കർത്താവിനെ സ്വത്രം കുരിശിൽ മരിക്കുന്നതായ കാര്യങ്ങളല്ല, കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നതായ കർത്താവിന്റെ ഓർമ്മ ആചരിക്കുവാനായി നിങ്ങൾ എന്തെങ്കിലും കൂടി വരുമ്പോഴൊക്കെയും അപ്പം നുറുക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനും ഇടയായി തീരണം. ദൈവം നമ്മെ സഹായിപ്പാനിടയാകട്ടെ. ഈ ആത്മീയമായിരിക്കുന്ന സത്യങ്ങളെ മനസ്സിലാക്കുവാൻ വളരെ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി തീരണം. ഒരു പഴയ നിയമ പശ്ചാത്തലമല്ല നമ്മുടേത്. പഴയ നിയമത്തിലുള്ള ആരാധന രീതിയല്ല ഇന്ന് നമ്മുടേത്. പാപത്തിന് പരിഹാരം വരുത്തുന്ന യാഗങ്ങൾ അവസാനിച്ചു. കണ്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതായ ആരാധന രീതികൾ അവസാനിച്ചു. ആത്മനിറവിൽ, ആത്മാവിലും സത്യത്തിലും അത്ര ഇന്ന് ആരാധിക്കേണ്ടത്. ഇന്ന് കെട്ടിടങ്ങളും അതിവിശുദ്ധ വസ്തുക്കളും ഇല്ല. അതിവിശുദ്ധമായ സ്ഥലങ്ങൾ ഇന്ന് നമുക്കില്ല. ഇന്ന് സ്വർഗാദി വസിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നു. ആത്മാവിൽ ആ സ്വർഗത്തിൽ ആണ് ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നത്. അതിവിശുദ്ധമായ സ്ഥലത്താണ് നമ്മ ആയിരിക്കുന്നത്. അങ്ങനെ ആ സ്വാതന്ത്ര്യം, ആ ആത്മീയമായിരിക്കുന്ന ശക്തമായ ആ വെളിപ്പാടുകൾ ഒക്കെ പ്രാപിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ആണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. തീർത്തത് അതിവിശുദ്ധമായ സ്ഥലത്ത് നമുക്ക് പ്രത്യേകതയുണ്ട്. പൗലോസ് പറയുന്ന കാര്യമാണ്, നാം ദൂരസ്ഥരായിരുന്നു. ഇന്ന് ദൈവത്തോട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം, സമീപസ്ഥരായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ അന്യരും പരദേശികളുമായിരുന്നു. ഇന്ന് ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ ആത്മാവുള്ളതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ മക്കളാണ്. അന്യരും പരദേശികളുമായിരുന്ന സ്ഥാനത്ത് ഇന്ന് നാം ദൈവത്തിന്റെ ഭവനത്തിലെ അംഗങ്ങളായി തീരുവാനായിട്ട് ഇടയായി. കോപത്തിന്റെ മക്കളും അനുസരണക്കേടിന്റെ മക്കളുമായിരുന്ന നമ്മെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് മുഖാന്തരം, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് മുഖാന്തരം അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ പ്രിയ മക്കളായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഒരു ദൈവികമായ അടുപ്പത്തിലേക്ക്, ആഴമായ ബന്ധത്തിലേക്ക്, സ്നേഹബന്ധം എന്ന് പറയുന്നത് മക്കളുമായി, പിതാവും മക്കളുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ദൈവത്തിന്റെ കൂട്ട അവകാശികളായി തീർന്ന് ദൈവം നമുക്ക് സ്വന്തം പിതാവായി തീരുന്നതായ വിശേഷമായ ഒരു കാര്യം നമുക്ക് ഈ കൂടാരത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ പാർക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് ആ നിയമപ്പെട്ടകം, സമാഗമന കൂടാരം അവരെ കൊണ്ട് ഉണ്ടാക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിനെ നമ്മിൽ വസിക്കുവാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിനെ നമ്മിൽ വസിക്കുവാനിടയാകണം. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുവാനിടയായി തീർന്നത്. എന്തുകൊണ്ടാണ്? നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടത്രേ അപ്രകാരം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന്റെ പ്രിയ മക്കളായി തീരേണ്ടതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്.
ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ നിയമപ്പെട്ടകം, ഈ സമാഗമന കൂടാരം കാണിക്കുന്നത് ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടിയാണ്. രണ്ടാമത്തത്, ആരാധനയ്ക്ക് യോഗ്യനായ ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടതായ കാര്യത്തെ അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവജനം ഒരുമിച്ച് കൂടി വന്ന്, ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് അപ്രകാരം സംവിധാനം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവമക്കൾ കൂടി വന്ന് കൂട്ടായ്മ കഴിച്ച് സ്നേഹത്തിലും സൽപ്രവർത്തികളിലും വർദ്ധിച്ചു വന്ന് ദൈവത്തിന്റെ നാമം ദേശങ്ങളിൽ മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീരാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടാണ് അപ്രകാരം കൂടാരം പണിയുവാനായിട്ട് ഇടയായി തീർന്നത്. 4 പെട്ടകങ്ങളെ കുറിച്ചുള്ള കാര്യമാണ് ചിന്തിപ്പാനിടയായി തീർന്നത്. അങ്ങനെ ദൈവികമായ അനുഭവങ്ങളും രക്ഷയും വാക്തത്വങ്ങളും വിടുതലുകളും ആത്മശക്തിയും അഭിഷേകവും ദൈവകൃപയും പ്രാപിച്ച് ദൈവരാജ്യത്തിൽ ഫലം നിറഞ്ഞവരായി തീരുവാൻ ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ദിവസനത്തിൽ പ്രാർത്ഥിച്ച് ഈ വാക്കുകൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.